അത്രയും റിച്ച് ആണ് ഞാൻ. 4 വീടുകളാണുള്ളത്. അതേപോലെ തന്നെ വണ്ടികളും ഞങ്ങൾക്ക് നാട്ടിലുണ്ട്. 4-5 വണ്ടികൾ. ഓക്കെ, അത് നിങ്ങൾ വിചാരിക്കുന്ന ആപ്പ നിങ്ങളുടെ എന്തൊരു വണ്ടിയായിരുന്നു, അങ്ങനത്തെ വണ്ടികളൊന്നും അല്ല ഞങ്ങളുടെ കയ്യിലുള്ളത്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? ഫർണിച്ചർ മൊത്തം ഫ്രാൻസിൽ നിന്നാ, ഷാൻലിയർ തായ്ലൻഡ്, എല്ലാം തീ പിടിച്ച വിലയാ. കൊച്ചമ്മേ, ഡിന്നറിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? ഹേ, ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. അത്രയും റിച്ച് ആണ് ഞാൻ. 4 വീടുകളാണുള്ളത്. അതേപോലെ തന്നെ വണ്ടികളും ഞങ്ങൾക്ക് നാട്ടിലുണ്ട്. 4-5 വണ്ടികൾ. ഓക്കെ, അത് നിങ്ങൾ വിചാരിക്കുന്ന ആപ്പ നിങ്ങളുടെ പിന്നെന്താ പറയാ ഇന്ന് തന്നെ 2 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് എടുത്ത് മൂപ്പർക്ക് അയച്ചു കൊടുക്കണം. ഏതോ അനാഥ മന്ദിരത്തിന്റെ ആവശ്യത്തിന്. കണ്ടില്ലേ, ഈ ലോകത്ത് മുതലാളിമാര് മാത്രം പോരാ, പിച്ചക്കാരും വേണം. ഈ പാലാ പോലോസ് പിച്ചക്കാരെ എൻകറേജ് ചെയ്യുന്നവനാണ്. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. പക്ഷെ വംശനാശം വന്നു പോയില്ലേ. ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞു നേരം ഞാൻ കളയുന്നില്ല. ആ പച്ചാളം ഓബറോയ് ഹോട്ടലിൽ വിളിച്ച് എന്റെ ലഞ്ച് കൊണ്ടുവരാൻ പറയും. ചില്ലറയില്ല, ബാക്കി താഴെട്ടോ. 300 സാരി വാങ്ങിക്കുന്ന എനിക്ക് പട്ടാണെന്ന്. 300 സാരി വാങ്ങിക്കുന്ന എനിക്ക് എന്തോ തലയ്ക്ക് പ്രശ്നമുണ്ട്. എന്തോ ഒരു സാരി ചേച്ചിക്ക്. ഇത് കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം അപ്പുറത്തെ മുറിയില്ല. അല്ലെങ്കിൽ തന്നെ 500 എണ്ണം തികയാൻ 3 എണ്ണം കൂടി വേണം. ആ വിഷമത്തിലാ ഞാൻ. ജോലിക്കാർ ഒത്തിരി ഉണ്ട്, എല്ലാത്തിനും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പാട് തന്നെ. 300 സാരി വാങ്ങിക്കുന്ന എനിക്ക് പട്ടാണെന്ന്. 300 സാരി വാങ്ങിക്കുന്ന എനിക്ക് എന്തോ തലയ്ക്ക് പ്രശ്നമുണ്ട്. വെറൈറ്റി സെലക്ഷൻസ് കിട്ടണമെങ്കിൽ പ്രാർത്ഥനയിൽ പോണം. സാരികളുടെ മായ പ്രപഞ്ചം എന്നൊക്കെ പറയും പോലെ ഒരു 100 സാരിയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ഒരു അതിമോഹം. എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ കണ്ടോണ്ട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്. എന്നാലും ഒരു എക്സാക്ട് കൗണ്ട്. വിരലിലെണ്ണാൻ പറ്റി 21 വണ്ടിയോ? ആ സെക്കൻഡ് ഹാൻഡ് BMW, പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അത് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനുള്ള പൈസ ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു വർഷം. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടും. അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. റിസർവ് ബാങ്ക് ആണോ 3 എണ്ണം? അതെ, ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്കേ നിനക്കൊരു അതിലുണ്ട് കേട്ടാ. ഇങ്ങനെ നുണ പറയാതെ നീ കൂട്ടുകാരനെ പോലും പറഞ്ഞു പറ്റിച്ചവനാണ് നീ. നാട്ടിലും വീട്ടിലൊക്കെ എന്തൊക്കെ പൊങ്ങച്ചങ്ങളാണ് എഴുന്നള്ളിച്ചത്. ബാങ്ക് മാനേജറാണ്, മണ്ണാങ്കെട്ടാണ്, ഒരു പ്യൂണാണെന്ന സത്യം അച്ഛൻ എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ.